കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഇതുവരെ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കോഴിക്കോട് വന്നിരിക്കുകയാണ്. 81 മുകളിലാണ് കട്ട് ഓഫ്. അപ്പോൾ ഇന്നലെ വരെ കണ്ണൂരായിരുന്നു കൂടുതൽ, 79.9 കണ്ണൂർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ട്രെൻഡ് കാണിക്കുന്നത് കൂടുതൽ കട്ട് ഓഫുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പോലത്തെ ഒരു ജില്ല വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രമാത്രം കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ കൂടാൻ തന്നെയാണ് സാധ്യത. നമുക്ക് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് എഴുതിയ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവൽ എക്സാംസിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ, കട്ട് ഓഫ് ഇങ്ങനെയാണെങ്കിൽ, സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ഇപ്പോൾ ഈ പറഞ്ഞ ബെവ്കോ LDC ഒക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ ഈ പറയുന്ന ബെവ്കോ LDCൻ്റെ ഒക്കെ കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലപ്പുറമായിപ്പോയി. കാരണം ഇങ്ങനെയാണ് ഡിസ്ട്രിക്ട് ലെവലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും സ്റ്റേറ്റ് ലെവൽ കാറ്റഗറിയിൽ നടക്കുന്ന ഒരു എക്സാമിന് കട്ട് ഓഫ് ഉയരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എത്രയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഓരോ ഡിസ്ട്രിക്റ്റിനും 70-നും 75-നും 80-നും ഒക്കെ മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ സ്വാഭാവികമായിട്ടും കൂടേണ്ടതാണ്, കൂടുന്ന ഉറപ്പാണ്. കാരണം അത്രയധികം നന്നായിട്ട് ഉദ്യോഗാർത്ഥികൾ എഴുതി എന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു അവരുടെ എന്ന് വേണം കരുതാൻ, അവരുടെ പ്രിപ്പറേഷൻ നല്ലതായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് പ്രിപ്പറേഷൻ വൈസ് ആൾക്കാരുടെ കോമ്പറ്റീഷൻ വൈസ് വളരെയധികം കോമ്പറ്റീഷൻ കൂടിയെന്ന് തന്നെ വേണം പറയാം. അതുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ എക്സാം, ഈ സ്റ്റേറ്റ് ലെവൽ കാറ്റഗറി എക്സാം, ഈ ബെവ്കോ LDC പോലുള്ളൊരു എക്സാം കണ്ടു തന്നെ അറിയണം എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത്. അപ്പോൾ ഈ കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ഈ പറയുന്ന ജില്ലകളുടെ VFA കട്ട് ഓഫ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അത്രയധികം ഉദ്യോഗാർത്ഥികൾ ആ പറയുന്ന മാർക്കിന് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.